ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ ഞാൻ ഈ 3 പേരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രഞ്ജു ഡേവിസ്, അഞ്ജു ഡേവിസ്. ഇതിൽ രഞ്ജു ഡേവിസിൻ്റെ വ്ലോഗ്സാണ് ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ വ്ലോഗ് കാര്യങ്ങളൊക്കെ. തുടക്ക സമയത്തുമല്ല, ഇപ്പോഴും അതെ, അവർ നട്ട് വളർത്തുന്ന പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള അതിന് കൊടുക്കുന്ന കെയറും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ചെടികളും പൂക്കളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ കെയർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും എന്തുകൊണ്ട് നമുക്കൊരു ചെടി നട്ട് നനച്ചുകൂടാ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള പ്രസൻറ്റേഷനാണ് അവരുടെ. അവർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൗതുകം തോന്നിപ്പോകും കേട്ടോ. അവരുടെ വീട് നിറയെ പ്ലാന്റ്സുകളാണ്. അത് എന്താ പറയുക, പല തരത്തിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെയാണ് അവർ വീട് നിറയെ. അതിനായിട്ടുള്ളൊരു പ്ലേസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്താലോ നമുക്ക് തോന്നിപ്പോകുന്നത് ഇവരുടെയൊക്കെ വ്ലോഗ്സ് കാണുമ്പോഴാണ് കേട്ടോ. മണി പ്ലാന്റ്സ്, അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള ഒരു കേൾക്കാത്ത കുറേ പേരുകളും കാര്യങ്ങളൊക്കെ ഉള്ള ട്രീസും ബുഷസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ ഡിഞ്ചു ഡേവിസിൻ്റെ വ്ലോഗ്സ് തുടങ്ങിയ സമയത്ത് അവർ പറയുന്ന കൂട്ടത്തിൽ അവരുടെ അഞ്ജു ഡേവിസ് അതുപോലെ തന്നെ രഞ്ജു ഡേവിസ് അവർ 3 പേരും സിസ്റ്റേഴ്സാണ്. അങ്ങനെ അവരുടെ ചാനൽ ഞാൻ വിസിറ്റ് ചെയ്തു. അവരുടെ 3 ആളുടെയും ക്ലിപ്പ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ യൂട്യൂബ് കാണുന്ന പോലെ തന്നെയല്ല നിങ്ങൾ. അപ്പോൾ നിങ്ങളും ഇവരുടെ വ്ലോഗ്സ് കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടു നോക്കൂട്ടോ. അവർ നമ്മൾ ആ ഷോർട്സിൽ അങ്ങ് പിടിച്ചിരുത്തും. ആ ഷോർട്സ് കഴിയാതെ നമുക്ക് അവിടെ നിന്ന് എണീക്കാൻ കഴിയില്ല. നമ്മൾ ആ കണ്ടിരുന്ന് പോകും. സാധാരണ നമ്മൾ ഷോർട്സ് കാണുമ്പോൾ ഒരു പകുതി വരെയൊക്കെ കണ്ടിട്ട് നമ്മൾ സ്കിപ്പ് അടിക്കുമല്ലേ? നമുക്ക് എന്താ കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവരെന്താ ചെയ്യുന്നത് നമുക്കറിയാം. അതായത് വാടിക്കൊഴിഞ്ഞ ഇലകളൊക്കെ അവർ കട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നു. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മളത് കണ്ടിരുന്ന് പോകും. ഇതാണൊരു സെയിം പാറ്റേൺ എന്നാണെങ്കിൽ കൂടി സെയിം പാറ്റേൺ അല്ല, ഞാൻ പറഞ്ഞതുള്ളൂ. മിക്ക വീഡിയോസിലും അവർ ചെയ്യുന്നത് ഈ ഒരു കെയറാണ്, ചെടികൾക്കുള്ള കെയറിങ് ആണ് അവർ ചെയ്യുന്നത്. ഡെഞ്ചു ഡേവിസ് കേട്ടോ. മറ്റ് 2-3 കൂട്ടർ തന്നെയാണ് ചെടികളാണ് മെയിൻ ഹോബി. അവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ചെടികൾ നട്ട് നനയ്ക്കുക, അതുപോലെ തന്നെ അതിന് വേണ്ട കെയർ കൊടുക്കുക. ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് കെയറിങ് ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡിഞ്ചു ഡേവിസ്, അഞ്ജു ഡേവിസ്, രഞ്ജു ഡേവിസ് ഈ 3 സിസ്റ്റേഴ്സിൻ്റെയും സെയിം ഹോബി എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിൻ്റെ കെയറിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാച്ച് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും വാച്ച് ചെയ്ത് നോക്കും. ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. അഞ്ജു ഡേവിസോ രഞ്ജു ഡേവിസോ ആരുടെ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. പിന്നെ ഡെഞ്ചു ഡേവിസ് ഇവർ 3ലും വെറും ചെടികൾ മാത്രമല്ല കേട്ടോ. പക്ഷെ ഇവരുടെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത് ചെടികൾ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഡേയും ലൈഫും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവരുടെ ഷോർട്സിൻ്റെ മെയിൻ പ്രേക്ഷക തന്നെയാണ് കേട്ടോ. ഞാൻ ഡിഞ്ചു ഡേവിസ് അപ്ലോഡ് ചെയ്യുന്ന മിക്ക വീഡിയോസും മിക്ക ഷോർട്സും ഞാൻ കാണാറുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിച്ചിട്ടേ ഞാൻ നിർത്താറുള്ളൂ. കാരണം നമ്മൾ ആ ഷോർട്സിൽ വാച്ച് ചെയ്ത് പോകും. അത്ര നിർബന്ധപരമായിട്ടുള്ളൊരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, അടിപൊളിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാനാണ് വന്നത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.